പച്ചോലത്തുമ്പില ഊഞ്ഞാലിലാടി പച്ചോലത്തുമ്പില ഊഞ്ഞാലിലാടി തെയ്താരേ ചാരുപടികൾ വെച്ച പൂമുഖക്കോലായിൽ നിന്ന് പൂമുറ്റത്തേക്കിറങ്ങി നീരജ. ചെമ്പക സുഗന്ധം പരക്കുന്ന പഞ്ചാരമണ്ടിൽ വിരിച്ച പൂമുറ്റം. മുറ്റത്തിന്റെ വടക്കുവശത്തായി നല്ല ഉയരമുള്ള മഞ്ഞച്ചെമ്പകം നിൽപ്പുണ്ട്. മഞ്ഞച്ചെമ്പകത്തിന്റെ പൂക്കൾക്ക് അതീവ ഹൃദ്യ സുഗന്ധമാണ്. ഇതളുകളാണെങ്കിൽ വലുപ്പമേറിയവയും. മുറ്റത്തിനരികെ വിരിച്ചുകൊണ്ട് മഞ്ഞപ്പൂവിതളുകൾ നിറഞ്ഞ് പരന്നു കിടക്കുകയാണ്. അതിനടുത്തായി ചെത്തിപ്പൂമരങ്ങളാണ്. അതിനടുത്ത് മറ്റൊരു ചെമ്പകമുണ്ട്, മണിച്ചെമ്പകം. മണിച്ചെമ്പകത്തിൻ്റെ പൂക്കൾക്കൊരു പ്രത്യേകതയുണ്ട്. ഇത്തിരി കനമുള്ള ഇതളുകൾ, കരിമ്പച്ച നിറമാർന്നവ. ഇവ ഒരു മഞ്ഞ നിറത്തിലേക്ക് വരുമ്പോൾ ഹൃദ്യമായ തീഷ്ണമായ സുഗന്ധം പരക്കും. ഇതിലൊരു പൂവ് നുള്ളിയെടുത്താണ് നീരജയുടെ ഇളയച്ചന്മാർ സായാഹ്ന സവാരിക്കിറങ്ങാറുള്ളത്. നീരജയുടെ അച്ചമ്മ മറിയക്കുട്ടി വല്യമ്മച്ചി മടിക്കുത്തിലും ഒരു പൂവ് വെക്കാറുണ്ട്. ചെമ്പകപ്പൂ ഗന്ധം ശ്വസിച്ചുകൊണ്ട് പഞ്ചാരമണലിൽ നീരജയും സുസുവും ചടഞ്ഞിരുന്നു. സ്വർണ്ണപ്പുഴുവിനെ പിടിക്കലാണ് ലക്ഷ്യം. കയ്യിൽ 2 നൂൽക്കഷ്ണങ്ങളുണ്ട്. അവ പതുക്കെ ഉമിനീരിൽ മുക്കി പഞ്ചാരമണലിലൊന്ന് ഉരുട്ടിയെടുത്ത് കയ്യിൽ പിടിച്ചിരിക്കുകയാണ് നീരജ. ഒന്ന് സുസുവിനും കൊടുത്തു. സിബിച്ചനും ആൻഡോച്ചനും ഇഷ്ടം കുഴിയാന പിടിക്കലാണ്. പെരയുടെ ഇറമ്പിലായുള്ള ചെറിയ മൺകൂനകൾ. ഇതിലെ മണ്ണ് പതുക്കെ മാറ്റി 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 വരുമ്പോൾ കുഴികൾ പതുക്കെ നിവർന്നു വരും. അതിൽ നിന്ന് കുഴിയാന പുറത്തു വരും. ഇതിനെ പിടിച്ചൊരു ബോക്സിലിടുക. ആർക്കാണ് കൂടുതൽ കിട്ടുന്നത് അവരാണ് വിജയി. നീരജയും സുസുവും സ്വർണ്ണപ്പുഴുവിനെ പിടിക്കാൻ ആരംഭിച്ചു. സുസു പറഞ്ഞു, സ്വർണ്ണപ്പുഴുവിന്റെ കൊട്ടാരം കണ്ടുപിടിക്കണ്ടേ നമുക്ക്? മണ്ണിലുള്ള സൂക്ഷ്മമായ നൂൽക്കുഴികളിലാണ് സ്വർണ്ണപ്പുഴുവിന്റെ കൊട്ടാരം. നീരജ പതുക്കെ മണ്ണൂലുകൾ കുഴികളിലേക്ക് ഇറക്കി തുടങ്ങി. പതുക്കെ നൂലുകൾ ഇറങ്ങി ഇറങ്ങി വരുമ്പോൾ അതിലൊരു വലി വരും. അതാണ് അതിൻ്റെ അടയാളം. സ്വർണ്ണപ്പുഴു നൂലിൽ പിടുത്തം വിട്ടിട്ടുണ്ട്. ഒറ്റ വലിക്ക് തന്നെ നീരജ അതിനെ പുറത്തെടുത്തു. സുസു, എനിക്ക് കിട്ടിപ്പോയി സ്വർണ്ണപ്പുഴുവിനെ, നീരജ പറഞ്ഞു. സുസു പറഞ്ഞു, എനിക്കും കിട്ടി. എൻ്റെ സ്വർണ്ണപ്പുഴു കൊട്ടാരക്കട്ടിലേക്ക് വീണുപോയല്ലോ. എങ്കിലും സാവകാശം അവൾ അതിനെ പിടിച്ച് പുറത്തെടുത്തു. 2 പേരും കൂടി സ്വർണ്ണപ്പുഴുവിനെ കളിപ്പിച്ചു തുടങ്ങി. അപ്പോഴേക്ക് അകത്തു നിന്ന് മറിയക്കുട്ടി വല്യമ്മച്ചിയുടെ ഒരു വിളി വന്നു. നെയ്യും പഞ്ചസാരയും പുരട്ടിയ പത്തിരി ഉണ്ടാക്കി മറിയക്കുട്ടി വല്യമ്മച്ചി വിളിക്കുന്നുണ്ട്. 2 പേരും അകത്തേക്ക് ഓടി. പച്ചക്കിളി പെണ്ണും ആടുന്നുണ്ടേ, തത്തിക്കളിച്ചവൾ ആടുന്നുണ്ടേ. തെയ്താരേ रे